ഹായ് ഫ്രണ്ട്സ്, കേരള സർവകലാശാലയിൽ ഇന്നത്തെ അപ്ഡേറ്റുകൾ, പ്രസ് റിലീസ് അപ്ഡേറ്റുകൾ നോക്കാം. സോ ഏസ് മീഡിയയുടെ പുതിയതായിട്ട് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ മോസ്റ്റ്ലി പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിഗ്രി FYUGP ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. വളരെയധികം ഇപ്പം എന്താ പറയുക, വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ കോളേജുകളിൽ തന്നെ നിങ്ങളുടെ അധ്യാപകർ തന്നെയാണ് മൂല്യനിർണ്ണയം നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ 18-ാം തീയതി കഴിഞ്ഞ് 18-ാം തീയതി വരെയായിരുന്നു പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റുകളുടെ പ്രാക്ടിക്കൽസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയത്. വെറും 2 ദിവസം കൊണ്ട് തന്നെ റിസൾട്ടുകൾ ഇതേ പബ്ലിഷ് ചെയ്തിരിക്കുക. അതായത് 18-ാം തീയതി എക്സാം പ്രാക്ടിക്കൽസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയി. വെറും 2 ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ റിസൾട്ടുകൾ ഇതേ സൈറ്റിൽ അപ്ലോഡ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പാർ ID യൂസ് ചെയ്ത് SLCM പോർട്ടൽ മുഖേന നിങ്ങളുടെ റിസൾട്ടുകൾ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് എറർ കാണിക്കുന്നുണ്ടാവും, സൈറ്റ് എറർ കാണിക്കുന്നുണ്ടാവും. അത് ഈ പറയുന്ന പോലെ എല്ലാ സ്റ്റുഡൻസും ഇത് അറിഞ്ഞിട്ട് ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ സൈറ്റ് ബിസി ആകും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എറർ കാണിക്കുമ്പം സാവധാനം ടെൻഷനൊന്നും അടിക്കാണ്ട് കൂളായിട്ട് സാവധാനം ചെക്ക് ചെയ്യുക. എന്തായാലും റിസൾട്ട് സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് PDF റിസൾട്ട് വന്നിട്ടില്ല, PDF ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. പകരം PDF ആയിട്ട് വന്നിട്ടുള്ളത് FYUGPയുടെ പെർസെൻറ്റേജ് കണക്കുകളും അതുപോലെ എത്ര പേര് ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് അതിൽ എത്ര പേര് പാസ്സായിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു രീതിയിലുള്ള PDF ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ റിസൾട്ടുകൾ നിങ്ങൾക്ക് ഒരിക്കലും PDF മോഡലിൽ മുമ്പത്തെ പോലെ അവൈലബിൾ ആവില്ല FYUGPയുടെ. അത് നിങ്ങളുടെ SLCM പോർട്ടലിൽ നിങ്ങളുടെ പ്രൊഫൈലിനകത്താണ് നിങ്ങൾക്ക് റിസൾട്ടുകൾ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക. മറ്റുള്ള ഇൻഫർമേഷനിലേക്ക് പോകുകയാണെങ്കിൽ, റിസർച്ച് അവാർഡ് 2023-24 അപേക്ഷ ക്ഷണിക്കുന്നു. കേരള സർവകലാശാല പഠന വകുപ്പുകളിലെ അധ്യാപകർക്കും പഠന വകുപ്പുകൾക്കുമായുള്ള 2023-24 റിസർച്ച് അവാർഡിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. അവസാന തീയതി 2025 ജനുവരി 20. വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ MSc ബോട്ടണി ന്യൂ ജനറേഷൻ റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടനിക്ക് ഡിസംബർ 26 SLCM കേരള യൂണിവേഴ്സിറ്റി മുഖേന ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. വിദ്യാർത്ഥികളുടെ അപേക്ഷ ഫീസ് SLCM ഓൺലൈൻ പോർട്ടൽ മുഖേന മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 2024 ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ MSW സോഷ്യൽ വർക്ക് റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടനിക്ക് ഡിസംബർ 27 വരെ SLCM പോർട്ടൽ മുഖേന ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. വിദ്യാർത്ഥികളുടെ അപേക്ഷ ഫീസ് SLCM ഓൺലൈൻ പോർട്ടൽ മുഖേന മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. കേരള സർവകലാശാലയുടെ 1ാം സെമസ്റ്റർ FYUGP റെഗുലർ 2024 അഡ്മിഷൻ നവംബർ 2024 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഉത്തരക്കടലാസിൻ്റെ പകർപ്പിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് അതാത് കോളേജുകൾ 2025 ജനുവരി 8 വരെ അപേക്ഷിക്കാം. പുനർമൂല്യനിർണ്ണയത്തിന് ഓൺലൈനായിട്ട് 2025 ജനുവരി 10 മുതൽ 15 വരെ സ്റ്റുഡൻസ് പോർട്ടൽ വരെ അപേക്ഷിക്കാവുന്നതാണ്. ഇനി പരീക്ഷ വിജ്ഞാപനമാണ്. കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 3-4 സെമസ്റ്റർ BTech സപ്ലിമെൻ്ററി 18 സ്കീം ഡിസംബർ 2024 പരീക്ഷ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ജനുവരി 13 ആരംഭിക്കുന്ന 1ാം സെമസ്റ്റർ BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി 2015 സ്കീം റെഗുലർ 2024 അഡ്മിഷൻ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി 23 അഡ്മിഷൻ മെയിൻ സ്ട്രീം 15-19 അഡ്മിഷൻ പരീക്ഷ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഇനി പരീക്ഷ രജിസ്ട്രേഷനാണ്. ജനുവരിയിൽ നടത്തുന്ന 3ാം സെമസ്റ്റർ CBCSS BA BSc BCom പരീക്ഷകളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റും എക്സാം ഡേറ്റും ഉൾപ്പെടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഇവ ഇത്രയുമാണ്. ആൻഡ് അതിനോ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഞാൻ വായിച്ചു പോയത്. പലരും അങ്ങനെ ഒരു കമൻറ്റ് പറയുന്നുണ്ട്, അതായത് കുറച്ച് ഒന്ന് സ്പീഡ് കുറയ്ക്കാന്നുള്ളത്. ആക്ച്വലി നമ്മുടെ ഒരു ടൈം ലിമിറ്റ് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ പറഞ്ഞു പോകുന്നത്. അപ്പം എല്ലാവർക്കും അത് യൂസ്ഫുൾ ആണെന്ന് കരുതുന്ന എന്തായാലും വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. തുടർന്നുള്ള വീഡിയോകളിൽ തീർച്ചയായിട്ടും സ്പീഡ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. സോ താങ്ക് യു സോ മച്ച്.